എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി ആകാശ്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ ഈ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എക്സാമിന് ഇനിയും പഠിച്ചു തുടങ്ങിയാൽ മതിയോ, അല്ലെങ്കിൽ നല്ല കോമ്പറ്റീഷനുള്ള എക്സാം ആണോ എന്നൊക്കെ. അവരോടൊക്കെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയാൽ മതിയെന്നാണ്. കാരണം നമ്മൾ കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ PSCയുടെ മറ്റ് എക്സാംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ടോപ്പിക്സ് ഉള്ള ഒരു സിലബസാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയുള്ള ടൈം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. പിന്നെ കോമ്പറ്റീഷൻ്റെ കാര്യം, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു എക്സാമാണിത്. നമുക്ക് 1-2 മാർക്ക് വ്യത്യാസത്തിൽ നമുക്ക് ഒത്തിരി റാങ്ക് ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. കുറച്ച് ടോപ്പിക്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇൻഡെപ്തിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ ക്ലാസ് ഏകദേശം മെയിൻ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, അപ്പം ഈ ഓരോ ടോപ്പിക്സ്, ഇപ്പം ഈ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ സിലബസിലുള്ള ഓരോ ടോപ്പിക്കിൻ്റെയും കീഴിൽ എന്തൊക്കെ പോർഷനാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് എന്ന് ഞാനിവിടെ ഡീറ്റെയിൽഡായിട്ട് പറയാം. അപ്പോൾ ഇത്രയും ഏരിയാസ് നമ്മൾ എക്സാമിന് മുൻപേ കവർ ചെയ്ത് റിവിഷൻ ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. അപ്പം ഇത് ഓരോ ടോപ്പിക്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് അനാറ്റമി ഓഫ് ഹ്യൂമൻ ലങ്സ്. നമ്മൾ ഹ്യൂമൻ ലങ്സിൻ്റെ അനാറ്റമി നോക്കുന്നതിന് മുൻപായിട്ട് അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റവും ലോവർ റെസ്പിറേറ്ററി സിസ്റ്റവും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് അങ്ങ് പോകണ്ട, പക്ഷേ എങ്കിലും ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം. നോസ്, നേസൽ പാസേജ്, പാരാനേസൽ സൈനസ്, ഫാരിങ്സ്, അതുപോലെ തന്നെ ലാരിങ്സിൻ്റെ വോക്കൽ ഫോൾഡിന് മുകളിലുള്ള ലാരിങ്സിൻ്റെ ഏരിയ, ഇത്രയാണ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ലങ്സിന് ഈ വോക്കൽ ഫോൾഡിന് താഴെയുള്ള ഏരിയ, ട്രക്കിയ, ബ്രോങ്കിയോൾസ്, ഇതൊക്കെയാണ് ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. അതിനുശേഷം വേണം നമ്മൾ ലങ് അനാറ്റമി നോക്കാനായിട്ട്. ലങ്സിൻ്റെ അനാറ്റമിയിൽ നമ്മൾ അപ്പെക്സ്, ലങ്സിൻ്റെ അപ്പെക്സ്, ബേസ്, ബോർഡേഴ്സ് 3 ബോർഡറാണുള്ളത്, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഇൻഫീരിയർ. ഓക്കെ, പിന്നെ ലങ്സിൻ്റെ സർഫസുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. അതായത് മീഡിയൽ സർഫസും കോസ്റ്റൽ സർഫസും നമ്മൾ അറിയണം. അതുപോലെ തന്നെ ലങ്സിൻ്റെ ലോബ്സും ഫിഷേഴ്സും, എത്ര ലോബ്സ് എത്ര ഫിഷർ ഉണ്ടെന്ന് അറിയണം. പിന്നെ ലങ്സിൻ്റെ കവറിങ് ആയിട്ടുള്ള പ്ലൂറ, പിന്നെ റൈറ്റ് ലങ്ങും ലെഫ്റ്റ് ലങ്ങിലും തമ്മിലുള്ള വ്യത്യാസം. അതായത് റൈറ്റ് ലങ്ങിലാണെങ്കിൽ 2 ഫിഷറും 3 ലോബ്സും ആണുള്ളത്. ഈ റൈറ്റ് ലങ് ലെഫ്റ്റ് ലങ്ങിനേക്കാളും കുറച്ചുകൂടെ ലാർജറും ഹെവിയറുമാണ്. അതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 700 grams ആണ് അതിൻ്റെ വെയിറ്റ്. ലെഫ്റ്റ് ലങ്ങിലാണെങ്കിൽ 1 ഫിഷറും 2 ലോബ്സുകളും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസവും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ലങ്സിൻ്റെ നെർവ് സപ്ലൈ, ബ്ലഡ് സപ്ലൈ, ലിംഫാറ്റിക് ഡ്രെയിനേജ്, ഇതൊക്കെ നമ്മൾ അറിയണം. പിന്നെ ബ്രോങ്കിയൽ ട്രീ എന്താണെന്ന് അറിയണം. ആൽവിയോളയിൽ വെച്ചിട്ടാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ആൽവിയോള അറിയാം, റെസ്പിറേറ്ററി മെംബ്രെയിൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലങ്സിൻ്റെ അനാറ്റമിയിൽ മെയിനായിട്ട് അറിയേണ്ടത്. ഓക്കെ, ഇനിയും ലങ്സിൻ്റെ ഫിസിയോളജി, രണ്ടാമത്തെ പോയിന്റാണ്. ഇതിൽ നമ്മൾ ഇൻറ്റേർണൽ റെസ്പിറേഷൻ എന്താണെന്നും എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്താണെന്നും അറിയണം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് റെസ്പിറേറ്ററി വോളിയൂംസ്, റെസ്പിറേറ്ററി കപ്പാസിറ്റി, ഡെഡ് സ്പേസ് ഒക്കെ. ഈ റെസ്പിറേറ്ററി വോളിയൂംസിൽ വരുന്നതാണ് ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡ്യൂവൽ വോളിയം തുടങ്ങിയവയൊക്കെ. ഈ ടൈഡൽ വോളിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലങ്സ് നോർമൽ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എത്ര എയർ ഉള്ളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി വോളിയൂംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ റെസ്പിറേറ്ററി കപ്പാസിറ്റി, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി, വൈറ്റൽ കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി ഇവ അറിയണം. അതുപോലെ ഡെഡ് സ്പേസ്, അനാറ്റമിക്കൽ ഡെഡ് സ്പേസ്, ആൽവിയോളർ ഡെഡ് സ്പേസ്, ടോട്ടൽ ഡെഡ് സ്പേസ്. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, റെസ്പിറേഷന് സഹായിക്കുന്ന മസിൽസ് ഏതാണ്, ഇൻസ്പിറേറ്ററി മസിൽസും എക്സ്പിറേറ്ററി മസിൽസും ഏതാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ഏതാണെന്ന് അറിയണം. ഇനി മൂന്നാമത്തെ ടോപ്പിക്കാണ് എയർ പൊല്യൂഷൻ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസ്. അപ്പം ഇതിൻ്റെ അകത്തിൽ നമ്മൾ
ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് അറ്റ്മോസ്ഫിയറിലെ കമ്പോണൻസ് ഏതൊക്കെയാണ്. അതായത് നൈട്രോജൻ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് ഓക്സിജൻ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഇത് അറിഞ്ഞിരിക്കാം. പിന്നെ പൊല്യൂട്ടൻസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് പൊല്യൂട്ടൻസ് എന്നുള്ളത്. പ്രൈമറി പൊല്യൂട്ടൻസ് ഉണ്ട്, സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ട്, ക്രൈറ്റീരിയ പൊല്യൂട്ടൻസ്. നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DDT അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലുള്ള പൊല്യൂട്ടൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയാണോ ഉണ്ടാകുന്നത് ആ ഫോമിൽ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിലനിൽക്കും. അതിനെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി പൊല്യൂട്ടൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പ്രൈമറി പൊല്യൂട്ടൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ് ഉണ്ടാകുന്നത്. ഈ സെക്കൻഡറി പൊല്യൂട്ടൻസിൻ്റെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. പിന്നെ ക്രൈറ്റീരിയ പൊല്യൂട്ടൻസ്, അവ 6 എണ്ണമാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നും അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു പോയിൻ്റാണ് സ്മോഗ്. സ്മോഗിൽ 2 ടൈപ്സ് ഉണ്ട്, സൾഫ്യൂരസ് സ്മോഗും ഫോട്ടോ കെമിക്കൽ സ്മോഗും. അത് അതിൻ്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ ഫ്ലൈ ആഷ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിങ്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ, ക്യോട്ടോ പ്രോട്ടോക്കോൾ. ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസോൺ ലെയർ പ്രൊട്ടക്ഷനുമായിട്ട് വേണ്ടി ഉണ്ടാക്കിയ ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അതുപോലെ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്ങിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ പ്രോട്ടോക്കോളാണ്. അപ്പം ഇതൊക്കെ സൈൻ ചെയ്ത ഡേറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് അറിയണം, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, എയർ ക്വാളിറ്റി ഇൻഡെക്സ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ആസിഡ് റെയിൻ. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എയർ പൊല്യൂഷനിൽ വരുന്ന നോർമൽ കാര്യങ്ങളാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എയർ പൊല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പത്രത്തിൽ വരുന്ന ന്യൂസുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ റെസ്പിറേറ്ററി ഡിസീസിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൽ നിന്ന് ഏതൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾ ഡസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ആന്ത്രാകോസിസ്. അപ്പം സിലിക്കയിൽ നിന്ന് സിലിക്കോസിസ് ഉണ്ടാകുന്നു, കോട്ടൺ ഡസ്റ്റിൽ നിന്ന് ബിസിനോസിസ് ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതിൽ നിന്ന് ഏതാണ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ചില ഡിസീസിന് ചില പ്രത്യേക ഫീച്ചേഴ്സ് കാണും, അവയും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കോസിസിലാണെങ്കിൽ എക്സൽ കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അപ്പം അത് അങ്ങനെയൊക്കെയുള്ള മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ റെസ്പിറേറ്ററി ഡിസീസിൽ മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ബാഗസോസിസ്, ബിസിനോസിസ്, ആന്ത്രാകോസിസ്, ആസ്പെറ്റോസിസ്, ഫാമേഴ്സ് ലങ്സ്, സിഡറോസിസ്, ബെറിലിയോസിസ്. ഇത്രയും പോയിന്റ്സ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ വരുന്നതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, ആർട്ടിഫിഷ്യൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ നമ്മൾ 2 മെത്തേഡ്സ് ആണ് പറയുന്നത്. മാനുവൽ മെത്തേഡും ഉണ്ട്, മെക്കാനിക്കൽ മെത്തേഡും ഉണ്ട്. മാനുവൽ മെത്തേഡാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്. മാനുവൽ മെത്തേഡിലെ ഓരോ മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് മൗത്ത് ടു മൗത്ത് മെത്തേഡ്സ്, ഷാഫേഴ്സ് പ്രോൺ മെത്തേഡ്സ്, പിന്നെ സിൽവസ്റ്റേഴ്സ് മെത്തേഡ്, ഹോൾജർ നീഡ്സൺ മെത്തേഡ്, ഈവ്സ് റോക്കിംഗ് മെത്തേഡ്. ഇതൊക്കെ എന്താണെന്നൊന്ന് അറിഞ്ഞു വെക്കുക. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ, CPR. ഇപ്പോൾ CPR ചെയ്യുമ്പം എത്ര കംപ്രഷൻസ് ആണ്, എത്ര ബ്രത്ത് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 30 കംപ്രഷൻ അതിനുശേഷം 2 ബ്രത്താണ് നമ്മൾ നോർമലി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 1 മിനിറ്റിൽ എത്ര കംപ്രഷൻ കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നതാണ് മെക്കാനിക്കൽ മെത്തേഡ്. മെക്കാനിക്കൽ മെത്തേഡ്സിൽ നമ്മൾ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ഉണ്ട്, നെഗറ്റീവ് പ്രഷർ വെന്റിലേഷൻ ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ള ടോപ്പിക്കാണ് ന്യൂട്രീഷൻ ആൻഡ് ട്യൂബർക്ലോസിസ്. ഇതിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. TB ഉള്ള ആളിൽ എന്തൊക്കെ ഡയറ്റുകളാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് കഴിക്കേണ്ടാത്തത്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ഇവരുടെ TB ഉള്ള പേഷ്യൻസിനെ ഡയറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് NTB എന്നുള്ളത്. അത് ഒന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ. പിന്നെ നമുക്ക് ട്യൂബർക്ലോസിസിനെ കുറിച്ചൊരു മൊത്തത്തിലൊരു ധാരണ വേണം. ഇപ്പോൾ ട്യൂബർക്ലോസിസ് ഉണ്ടാകുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. പിന്നെ അതുപോലെ ഇത് എങ്ങനെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ടൈപ്സ്, ആക്റ്റീവ് TB എന്താണ്, ലേറ്റൻറ്റ് TB എന്താണ്, TB എവിടെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ സിലബസിലില്ല ട്രീറ്റ്മെൻറ്റ്, പക്ഷേ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 ക്വസ്റ്റ്യൻസ് TBയുടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രഗ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുമൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. പിന്നെ വരുന്നതാണ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിങ്. അപ്പോൾ മുങ്ങി മരണത്തിൽ നമ്മൾ ഒരു പേഷ്യൻ്റ് മുങ്ങുമ്പോഴത്തേക്ക് അവർക്ക് എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകളാണ് കൊടുക്കേണ്ടത്. ഈ ഡ്രൗണിങ്ങിൻ്റെ ഒരു WHO ഡെഫിനിഷൻ ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. എങ്ങനെയൊക്കെയാണ് മുങ്ങി മരണം സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ടൈപ്സ് ഉണ്ട്, വെറ്റ് ഡ്രൗണിങ്, ഡ്രൈ ഡ്രൗണിങ്, സെക്കൻഡറി ഡ്രൗണിങ്, ഹൈഡ്രോക്യൂഷൻ, ഇതൊക്കെ അറിഞ്ഞു വെക്കുക. പിന്നെ ഈ ഡ്രൗണിങ് മുങ്ങുമ്പോഴത്തേക്ക് നമ്മൾക്ക് കൊടുക്കാവുന്ന മുങ്ങുന്ന ആളെ നമ്മൾ കരയ്ക്ക് എത്തിച്ച ശേഷം അവർക്ക് എന്തൊക്കെയാണ്
എന്താണ് ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം മുങ്ങിയ ആളെ നമ്മൾ കരയിലേക്ക് എടുക്കുമ്പോൾ അയാൾ ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അയാൾക്ക് പൾസ് കിട്ടുന്നില്ല, എന്നാൽ പൾസും കിട്ടുന്നില്ല, പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമ്മൾ ഒരാൾ മുങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സീക്വൻസ് ഉണ്ട്, റീച്ച്, ത്രോ, റോ, ഗോ എന്നുള്ളത്. അപ്പം അതിൻ്റെ ആ സീക്വൻസ് നമ്മൾ അറിഞ്ഞു വെക്കണം. പിന്നെ CPR, ഇവിടെയും CPR കൊടുക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിങ്ങിൽ നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത്. ഇത്രയും പോർഷൻസ്, ഇത്രയും ഏരിയ എന്തായാലും നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാമിൽ അതിൻ്റെ അകത്തിൽ നമ്മൾ നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം അറിയണം, റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. NTPA ആണ് നമ്മുടെ രാജ്യത്തെ TBയുടെ എല്ലാ കാര്യങ്ങളും ഈ NTPയുടെ കീഴിലാണ് വരുന്നത്. അപ്പം NTP നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അതെന്താണ് ഉണ്ടായത്, ഡേറ്റുകൾ, കാര്യങ്ങൾ നമ്മൾ അറിയണം. പിന്നെ വരുന്നത് പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാന്, TB ഹരേഗ ദേശ് ജിതേഗ കമ്പയിന്, നിക്ഷേപ് പോർട്ടൽ, നിക്ഷേപ് പോഷണ യോജന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ധാരണ വേണം. പിന്നെ 8th പോയിന്റാണ് സർവീസ് ഡെലിവറി സെൻറ്റേഴ്സ് ഓഫ് TB കൺട്രോൾ പ്രോഗ്രാം. അതിൽ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം ആണ് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത്. പിന്നെ അതുപോലെ TBയുടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതായത് ഏകദേശം ഒരു 5-6 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് മെയിൻലി ഉള്ളത്. അത് എവിടൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക. അതായത് നാഷണൽ TB ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഇൻ TB അത് ചെന്നൈയിലുണ്ട്. അങ്ങനെ ഒരു 5-6 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞു വെക്കുക. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള TBയുടെ കൺട്രോൾ എങ്ങനെയാണ് വരുന്നത്, അതായത് നാഷണൽ ലെവലിൽ സെൻട്രൽ TB ഡിവിഷൻ വരും, ഓരോ സ്റ്റേറ്റിലും ഒരു സ്റ്റേറ്റ് TB സെല്ലുണ്ട്, അതുപോലെ സ്റ്റേറ്റ് TB ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെൻറ്റർ ഉണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിൽ വരുമ്പോഴത്തേക്ക് ഡിസ്ട്രിക്ട് TB സെൻറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ട്യൂബർക്ലോസിസ് യൂണിറ്റ്, പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരും. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഡയഗ്നോസിസ് ഓഫ് ട്യൂബർക്ലോസിസ്. അപ്പോൾ ഈ ട്യൂബർക്ലോസിസ് ഡയഗ്നോസിസിൽ നമ്മൾ കുറേ പോയിന്റ്സ് ഉണ്ട് അല്ലേ. ഏറ്റവും മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 പോയിന്റാണ് സ്പ്യൂട്ടം സ്പിയർ മൈക്രോസ്കോപ്പി, റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മോളിക്കുലർ ടെസ്റ്റ്, കൾച്ചർ ആൻഡ് DST ടെസ്റ്റ്. ഇപ്പം ഈ സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഉള്ളത്, അതിൻ്റെ അകത്തിൽ സീൽ നിൽസൺ മൈക്രോസ്കോപ്പി, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ സീൽ നിൽസൺ മൈക്രോസ്കോപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമറി സ്റ്റെയിൻ എന്താണ്, ഡീകളറൈസർ എന്താണ്, കൗണ്ടർ സ്റ്റെയിൻ എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ അറിയണം. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, അതായത് ആസിഡ് ഫാസ്റ്റ് ബസിൽ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളറിൽ കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ അറിയണം. പിന്നെ ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പിയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈമറി സ്റ്റെയിൻ ഏതാണ്, ഡീകളറൈസർ ഏതാണ്, കൗണ്ടർ സ്റ്റെയിൻ ഏതാണെന്നൊക്കെ അറിയണം. അപ്പോൾ ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പിയിൽ നമ്മൾ പ്രൈമറി സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറസെൻ്റ് ഡൈ ആണ്, അവിടുത്തെ കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ അറിയാം. പിന്നെ വരുന്നതാണ് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മോളിക്കുലർ ടെസ്റ്റ്. ഇതിൻ്റെ അകത്തിൽ വരുന്നതാണ് CB-NAT. നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടെസ്റ്റാണ്. അതുപോലെ LPA, ലൈൻ പ്രോബ് assay, ഇതിൻ്റെയൊക്കെ ഷോർട്ട് ഫോം തന്നിട്ട് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഇത് കൾച്ചർ ചെയ്യുമ്പോൾ കൾച്ചർ ആൻഡ് ഡ്രഗ് സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിങ്ങിൽ നമ്മൾ സോളിഡ് കൾച്ചറായിട്ട് ലോഡ്സ്റ്റൺ ജാൻസൺ മീഡിയ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയുക. ലിക്വിഡ് കൾച്ചർ അതിൻ്റെ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ IGRA ടെസ്റ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. ട്യൂബർക്ലിൻ സ്കിൻ ടെസ്റ്റ്, പിന്നെ എക്സ്റേ, പിന്നെ TBയുടെ ട്രീറ്റ്മെൻറ്റ്, TBയുടെ ഡയഗ്നോസിസിനായിട്ട് ഒരു ചാർട്ടുണ്ട്, NTPയുടെ ഒരു ചാർട്ടുണ്ട്, ആ ചാർട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് TBയുടെ ഡയഗ്നോസിസിൽ മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി, സ്പ്യൂട്ടം നമ്മൾ കഫം കളക്ട് ചെയ്യുന്നത് കാര്യങ്ങൾ, കഫ പരിശോധന, അതിൻ്റെ അകത്തിൽ എപ്പോഴൊക്കെയാണ് സാമ്പിൾ എടുക്കേണ്ടത്, അതായത് ഒരു പേഷ്യൻറ്റ് ഒരു ഡോക്ടറെ കാണാൻ വരുമ്പോൾ ആ സ്പോട്ടിൽ ഒരു സാമ്പിൾ എടുക്കണം, പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ എടുക്കണം, അങ്ങനെ 2 സാമ്പിളാണ് എടുക്കേണ്ടത്. ആ സാമ്പിളിൻ്റെ കാര്യം നമ്മൾ അറിയണം. പിന്നെ ഒരു ഗുഡ് സ്പ്യൂട്ടം ഇതിൻ്റെ ക്യാരക്ടർ എന്താണ്, അതായത് അതിൻ്റെ തിക്നെസ് എത്രയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണം, അങ്ങനെയുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ സ്പ്യൂട്ടം എങ്ങനെയൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്, ട്രിപ്പിൾ ലെയർ പാക്കേജിങ്ങിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, അതിന് സ്റ്റോറേജ് ചെയ്യാനുള്ള ടെമ്പറേച്ചറുണ്ട്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളൊരു ടോപ്പിക്കാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. ഡ്രഗ് റെസിസ്റ്റൻസ് TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TBയുടെ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഒരു പേഴ്സണിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുന്ന കണ്ടീഷനാണ് നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്നുള്ളത്. അപ്പം ഈ
ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബിയിൽ പല ടേംസ് ഉണ്ട്. മോണോ റെസിസ്റ്റൻറ്റ് ടി ബി, പോളി ഡ്രഗ് റെസിസ്റ്റൻസ്, റിഫാമ്പസിൻ റെസിസ്റ്റൻസ്, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്, എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റൻസ്, ഇതെല്ലാം നമ്മൾ അറിയണം. പിന്നെ ഒരാളിൽ എങ്ങനെയൊക്കെയാണ് ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് എന്നുള്ളത്, പിന്നെ ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ഉള്ള പേഷ്യൻറ്റിൽ ഏതൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കാമെന്നുള്ളത്, സെക്കൻഡ് ലൈൻ ടി ബി ട്രീറ്റ്മെൻറ്റ് ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ ഈ ഡ്രഗ് റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത്, പിന്നെ ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ HIV TB കോർഡിനേഷൻ കമ്മിറ്റി, അതിൽ വരുന്ന ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HIV ഉള്ള ആൾക്കാരിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് TB വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെ സംബന്ധിച്ച് കുറേ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ അറിയണം. ഓക്കെ, പിന്നെ പറയുന്നത് 3 I's to reduce burden of TB among people living with HIV. ഓക്കെ, അതിൽ ഒരു 3 ഐയുടെ കാര്യം പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ്, എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഐസോലിയാസിഡ് പ്രിവെൻഷൻ, പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഈ 3 ഐസും നമ്മൾ അറിയണം. പിന്നെ ഈ HIVയുടെയും അതുപോലെ തന്നെ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിൻ്റെയും കോർഡിനേഷൻ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇത് HIV ഉള്ള പേഷ്യൻസിന് TB കൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു ടേമാണ് വേണമെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ, ഇമ്മ്യൂൺ റീകൺസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലമേറ്ററി സിൻഡ്രോം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനിയും 12ാമത്തെ ഒരു സിലബസിൽ പോയിൻ്റാണ് കോംപ്ലിക്കേഷൻ ഓഫ് ടുബാക്കോ സ്മോക്കിംഗ് ആൻഡ് TB ഉള്ള ആൾക്കാരിൽ പുകവലിച്ചാലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ കുറേ കണക്കുകൾ WHO പറയുന്നുണ്ട്. അതായത് TB ഉള്ള ആൾക്കാരിൽ അതൊരു പുകവലിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 38% ആൾക്കാർ മരിക്കുന്നുണ്ട് എന്നൊരു കണക്ക് പറയുന്നുണ്ട്. പിന്നെ സ്മോക്കേഴ്സിന് TB വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, 3 times കൂടുതലാണ്. അതുപോലെ സ്മോക്കേഴ്സിന് TB കൊണ്ടുള്ള മരണവും 3 to 4 times കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കണക്കുകളുണ്ട്. ഈ കണക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഏരിയയാണ് 5A അപ്രോച്ച് ഓഫ് ബ്രീഫ് അഡ്വൈസ് ഫോർ ടുബാക്കോ സീസേഷൻ. അപ്പം ടുബാക്കോ യൂസ് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു 5 A's അത് ഏതൊക്കെയാണെന്നുള്ളത്, അത് ആസ്ക്, അഡ്വൈസ്, അസിസ്റ്റ്, അറേഞ്ച്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇല്ലാതെ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലേതാണ് ഇല്ലാത്തതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് 5R അപ്രോച്ച് ഓഫ് ബ്രീഫ് അഡ്വൈസ് ഫോർ ടുബാക്കോ സീസേഷൻ. അതിൽ പുകവലി നിർത്തേണ്ട റിലവൻസ്, റിസ്ക് ഓഫ് കണ്ടിന്യൂയിങ്, റിപ്പറ്റീഷന്, റിവാർഡ്സ് ഓഫ് ക്വിറ്റിങ്, റോഡ് ബ്ലോക്സ് ടു ക്വിറ്റിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 5A അപ്രോച്ച് 5R അപ്രോച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഒരു ഗോൾസ്, ഇപ്പോൾ ഒരു 17 ഗോള് പറയുന്നുണ്ട്, ടാർഗറ്റ്സ് പറയുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു ബ്രെഡ് ലാൻഡ് റിപ്പോർട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്, നീതി ആയോഗ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ ഡെഫിനിഷന്, പിന്നെ ഇത് എന്നാണ് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് September 25, 2015. പിന്നെ ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കീം തന്നിട്ട് ഇത് ഏത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നാണ്. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആയുഷ്മാൻ ഭാരത് സ്കീം ഏത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്? അതിൻ്റെ ആൻസർ 3ാമതാണ്, ഗോൾ നമ്പർ 3. ഗോൾ നമ്പർ 3 എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവലും ചോദ്യങ്ങളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ 14th പോയിന്റാണ് ഡിസീസ് ഗോയിങ് ഫോർ എലിമിനേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ കുറച്ച് ടേംസ് പറയുന്നുണ്ട്, എലിമിനേഷന്, ഇറാഡിക്കേഷന്, എക്സ്റ്റിങ്ഷന്, ഇങ്ങനെയുള്ള ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബലി ഇറാഡിക്കേറ്റ് ചെയ്ത ഉന്മൂലനം ചെയ്ത ഡിസീസാണ് സ്മോൾ പോക്സ്, റിൻഡർപെസ്റ്റും, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ രാജ്യത്തുള്ള കുറച്ച് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. അതായത് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം, ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം.
പിന്നെ നമ്മൾ മെയിൻലി എലിമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസീസ് ആയിട്ടുള്ള മലേറിയ, കാലാസാറ്, ഹെപ്പറ്റൈറ്റിസ്, റാബിസ്, എയ്ഡ്സ്, സെർവൈക്കൽ ക്യാൻസർ, കോളറ, യൂസ്, പോളിയോ, ലെപ്രസി, മാറ്റേണൽ ആൻഡ് നിയോനേറ്റൽ ജോണ്ടിസ്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു നോളജ് വേണം. അപ്പം ഇത് എന്നത്തേക്കാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇത് എത്ര എലിമിനേറ്റ് ആയി എന്ന് പറയുന്നത് എത്ര ലെവലിലെത്തുമ്പോൾ, അതായത് ചില ഡിസീസ് ആണെങ്കിൽ 1000 പേരിൽ ഒരു കേസായിട്ട് കുറയ്ക്കുക. അതാണ് ഇതിൻ്റെ എലിമിനേഷൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ 15ാമത്തെ പോയിന്റാണ് നവകേരള മിഷൻ. നവകേരള മിഷനിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. റീസെൻ്റ്ലി നടക്കുന്ന എന്ത് സംഭവത്തിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പം നവകേരള മിഷനിൽ ലോഞ്ച് ചെയ്ത ഡേറ്റ് നമുക്ക് ചോദിക്കാം. ഇതാരാണ് ലോഞ്ച് ചെയ്തത്? അന്നത്തെ ഗവർണറായിട്ടുള്ള പി സദാശിവം ആണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്തിൽ ഏതൊക്കെ സ്കീംസ് ആണ് വരുന്നത് എന്നുള്ളത്: ഹരിത കേരള മിഷന്, ആർദ്ര മിഷന്, ലൈഫ് മിഷന്, കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ റിജുവിനേഷൻ പ്രോഗ്രാം. അങ്ങനെ 4 മിഷനാണ് നവകേരള മിഷൻ്റെ കീഴിലായിട്ട് വരുന്ന 4 സ്കീംസ്. ഓക്കെ. പിന്നെ ഹരിത കേരള മിഷനിൽ 3 ഉപമിഷനോട് പറയുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലസംരക്ഷണ ഉപമിഷന്, ശുചിത്വ മാലിന്യ സംസ്കരണ ഉപമിഷന്, കൃഷി വികസന ഉപമിഷന്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് വേണം. പിന്നെ എല്ലാത്തിനെയും റിലേറ്റ് ചെയ്ത കുറേ പ്രോജക്ട്സുകളുണ്ട്. അതായത് പ്രോജക്ട്സ് റിലേറ്റഡ് ടു ഹരിത കേരളം. അതിൻ്റെ അകത്തിൽ കുറച്ച് പ്രോജക്ട്സ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. പച്ചത്തുരുത്ത്, മാലിന്യമുക്ത നവകേരളം, ബേസിൻ ഫോർ കോക്കനട്ട് ട്രീ, വാട്ടർ ഫോർ സോയിൽ, ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രോജക്ട്സും ഉണ്ട്. പിന്നെ നമ്മുടെ കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ റിജുവിനേഷൻ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോജക്ട്സിൻ്റെ പേരാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അതിൽ ശ്രദ്ധ, ഹലോ ഇംഗ്ലീഷ്, തേൻകൂട്, സമേതം, ഗണിത വിജയം, മലയാള തിളക്കം, സുരീലി ഹിന്ദി, ശ്രുതിപാഠം പദ്ധതി. അപ്പം ഇവയൊക്കെ കുറിച്ച് നമുക്കൊരു അറിവ് വേണ്ടതാണ്. അപ്പം ഈ പ്രോജക്ട്സിൻ്റെ പേരും നമുക്ക് ചോദിക്കാം. പിന്നെ 15th പോയിന്റാണ് പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ്. അപ്പോൾ ഈ പോസ്റ്റ് കോവിഡ് ലങ് ഡാമേജ് ചോദിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കോവിഡിനെ കുറിച്ചൊരു ധാരണ വേണം. COVID-19 എന്താണെന്നുള്ളത്, അത് എന്ത് വൈറസ് മൂലമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ. സാർസ് COVID-2 എന്താണെന്ന് അറിയണം. ഈ കൊറോണ എന്നുള്ള വേർഡ് മീനിങ് ക്രൗൺ എന്നാണ്. ഇത് ലാസ്റ്റ് ടൈം ചോദിച്ചതാണ്. പിന്നെ ഈ കോവിഡ് സമയത്ത് ഡെവലപ്പ് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു എന്നുള്ളത്. പിന്നെ ആ സമയത്തുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻ നമസ്തേ, വന്ദേ ഭാരത് മിഷന്, ഓപ്പറേഷൻ സഞ്ജീവിനി. ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലോങ് കോവിഡ് എന്താണെന്ന് അറിയണം. പിന്നെ ഈ കോവിഡ് മൂലം ലങ്സിലുള്ള ഡാമേജ് എന്തൊക്കെയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ COVID-19 റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമോണിയ, കോവിഡ് ബ്രോങ്കൈറ്റിസ്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, സൂപ്പർ ഇൻഫെക്ഷൻ. ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ അറിഞ്ഞില്ല. ഈ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതുമാണ്. പിന്നെ ഒരു 16th പോയിന്റാണ് ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഓഫ് TB ആൻഡ് കോവിഡ്. അപ്പം TBയും കോവിഡും ആക്ച്വലി രണ്ടും നമ്മുടെ ലങ്സിനെയാണ് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ COVID-19 വന്നപ്പോഴത്തേക്ക് TB എലിമിനേഷന് കുറച്ച് പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അറിയണം. പിന്നെ ഈ TB ഉള്ള ആൾക്കാരിൽ വേറെ ഏതൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നുള്ളത് സ്ക്രീൻ ചെയ്യണം എന്നുള്ളത് അറിയണം. അതായത് TB ഉള്ള ആൾക്കാർ HIV ഉണ്ടോ, ടുബാക്കോ യൂസ് ചെയ്യുന്നുണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്യാറുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ TBയുടെ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് TB ഒരു നോട്ടിഫൈഡ് ഡിസീസായിട്ട് ഇന്ത്യയിൽ പറയുന്നുണ്ട്. അത് ആ ഡേറ്റ് 7th May 2012 തൊട്ട് TB ഒരു നോട്ടിഫൈഡ് ഡിസീസാണ് പറയുന്നുണ്ട്. അപ്പം ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ വരുന്ന ടോപ്പിക്കാണ് എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ്. അപ്പം ഇതിൻ്റെ അകത്തിൽ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ, കഴിഞ്ഞാണ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ചോദിച്ചിരുന്നു. N95 മാസ്കിനെ കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഹാൻഡ് ഹൈജീന്. അതുപോലെ ഈ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്: കോട്ടൺ മാസ്കുകൾ കാണും, സ്പിറ്റൻ വിത്ത് ഹാൻഡിൽ കാണും, 1 ലിറ്റർ ഫിനൈൽ കാണും. ഇത്രയും കാര്യങ്ങളാണ് ആ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റിൽ നോർമലി കാണുന്നത്. അപ്പം ഇതിൻ്റെ അകത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ നമ്മളൊരു ഒരു നട്ഷലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ TBയെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് TBയുടെ പതോജെനിസിസ്, അതിനെക്കുറിച്ചുള്ള വാക്സിന്, പിന്നെ നിക്ഷയ് പോർട്ടൽ, TBയെ കുറിച്ച് പുതുതായിട്ട് വരുന്ന ന്യൂസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
ഓക്കെ. അപ്പം ഞാൻ ഈ സിലബസിൽ മൊത്തത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഞാൻ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മുമ്പായിട്ട് കവർ ചെയ്യണം. അപ്പം ചിലർ വിചാരിക്കും അയ്യോ ഇത്രയോ ഉണ്ടല്ലോ എന്ന് ചിലർ വിചാരിക്കും നമ്മൾ ഒത്തിരി ലേറ്റ് ആയി പോയോ എന്നൊക്കെ ഒരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യമേ ലങ്സിൻ്റെ അനാറ്റമി പഠിക്കുക. അതിനുശേഷം TB റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ്, ഓക്കെ, അതായത് ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാം, സർവീസ് ഡെലിവറി സെൻറ്റർ ഓഫ് TB, ഡയഗ്നോസിസ് ഓഫ് TB, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB, ഈ പോയിന്റ്സ് ഒക്കെ പഠിക്കുക. ഓക്കെ. അതിനുശേഷം പിന്നീട് ജനറൽ ടോപ്പിക്സ് ആയിട്ടുള്ള നവകേരള മിഷനും പിന്നെ SDGs-ഉം എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ്, എയർ പൊല്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് പഠിക്കുക. കാരണം നമ്മുടെ പുതിയ സിലബസ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇത് TB ആയിട്ട് റിലേറ്റ് ചെയ്തൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ TB ആയിട്ടുള്ള ടോപ്പിക്കിൽ വലിയ ചേഞ്ച് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബാക്കിയുള്ള ജനറൽ ടോപ്പിക്സ് ആയിരിക്കും ചിലപ്പം ചേഞ്ച് ഉണ്ടെങ്കിൽ വരാമെങ്കിൽ വരുന്നത്. അപ്പം നിങ്ങൾ സമയം പോയി എന്ന് കരുതുന്നവർ ആദ്യമേ TB ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് പഠിക്കുക. അതിനുശേഷം ജനറൽ ടോപ്പിക്സ് പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.